അല്ല ബോർഡ് തന്നെ ഇവിടെ വന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തരാൻ അത് കൊള്ളാമോ? ബോർഡ് അവിടെ ചെന്നിട്ട് വേണ്ടാൻ തീരുമാനിക്കുന്നത് ഒരു മോശം പരിപാടിയാണ്. നിങ്ങൾ മൈക്ക് തന്നാൽ അനൗൺസ് ചെയ്യാം, അല്ലാതെ KSRTC നിലയിൽ മൈക്ക് വയ്ക്കുന്നില്ല. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിക്കാം. മൈക്ക് വാടക എടുത്ത് പോകണം KSRTCക്ക്, അല്ലെങ്കിൽ അനൗൺസ് ചെയ്യത്തില്ല. ആളുകൾ അവിടെ കിടന്ന് അലഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും ഉത്തരവാദിത്തം, ഞങ്ങൾക്ക് അതുപോലെ. മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളുടെ സാന്നിധ്യത്തിൽ മന്ത്രി പറഞ്ഞു അതനുസരിച്ചില്ല എന്നുള്ളത് പറ്റത്തില്ല. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മൈക്ക് സെറ്റ് വാടകയ്ക്ക് എടുക്കണ്ട എന്ന് ബോർഡ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ച് ചോദിക്കുന്നേ പറഞ്ഞു. ദേവസ്വം ബോർഡിന് കണക്കിന് കൊടുത്തിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ. തുടക്കത്തിൽ തന്നെ പറയുന്നത് പോലെ ഗണേഷ് കുമാർ കിടുവും മാസുമാണ്. കാരണം പറയേണ്ട കാര്യങ്ങൾ നിലപാട് വ്യക്തമാക്കി കൃത്യമായി ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ ഒരു മടിയുമില്ല. പിണറായിയുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയാൻ ഗണേഷ് കുമാർ മന്ത്രിക്ക് ഒരു മടിയും ഭയവുമില്ല. എന്തായാലും ദേവസ്വം ബോർഡിനോട് ചോദിക്കുകയാണ്, പണം എണ്ണുന്ന മിഷൻ മാത്രം മതിയോ? ഇത്ര ദാരിദ്ര്യം പറയാൻ പാടില്ല. കൃത്യമായ കണക്കുകൾ കൂട്ടി കിഴിച്ച് കൃത്യമായി തന്നെയാണ് ഗണേഷ് കുമാർ ഓരോ കാര്യങ്ങളും ഉദ്യോഗസ്ഥരോട് പറയുന്നത്. എന്തായാലും ഗതാഗത വകുപ്പിനെ നന്നാക്കിയെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. കൈയിട്ട് വാരി ജീവിച്ച് അല്ലെങ്കിൽ അവനവൻ്റെ പോക്കറ്റിലാക്കി മറ്റ് ജീവനക്കാരെ ബുദ്ധിമുട്ടിലാക്കാമെന്നോ അവരെ പട്ടിണിക്കിടാമെന്നോ ഇനി ആരും വിചാരിക്കേണ്ട. ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുന്ന കാലത്തോളം അത് നടക്കില്ല. എന്തായാലും ദേവസ്വം ബോർഡിലെ ജീവനക്കാരോട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നോട്ടെണ്ണി എടുക്കുന്ന വിഷയം മാത്രം മതിയോ? എല്ലാ ആവശ്യത്തിനൊക്കെ ദാരിദ്ര്യം വേണം. 2 നല്ല സ്പീക്കർ ഗാനമേളയ്ക്ക് ഉപയോഗിക്കുന്ന വെച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞല്ലേ, ദേവസ്വം ബോർഡ് തന്നില്ലേ ഞാൻ തരാമെന്ന് പറയില്ലേ. നിങ്ങളുടെ ചെയ്യേണ്ട ജോലി നിങ്ങൾ ചെയ്യേണ്ടേ? നിർബന്ധമായിട്ട് മൈക്ക് കൊണ്ടുപോകും. പിന്നെ മൈക്ക് വെച്ചതിന് ഇനി ദേവസ്വം ബോർഡ് പൈസ തരത്തില്ലാതെ എന്നെ വിളിച്ചാൽ ഞാൻ എൻ്റെ പോക്കറ്റിൽ തരാം. അയ്യപ്പനൊരു വഴിപാട് പോരെ. ഇത്രയും സീരിയസ് ആയ യോഗം നടക്കുമ്പോൾ അതിനെ ആ സീരിയസ് ആയ കാഴ്ചപ്പാടിൽ കാണാത്ത ദേവസ്വം ബോർഡിൻ്റെ നിലപാടിലേക്ക് അസംതൃപ്തിയുണ്ട്. ഇച്ചിരി ശബ്ദത്തിൽ കേൾക്കണം. മറ്റേ രഹസ്യത്തിൽ കിറുകിറ കേട്ടാൽ പോരാ, നന്നായിട്ട് കേൾക്കണം. പത്തനംതിട്ടയ്ക്ക് പോകുന്ന വണ്ടി പോകുന്നുണ്ട്, അങ്ങനെ പറ്റത്തില്ല. പത്തനംതിട്ടയ്ക്ക് പോകുന്ന വണ്ടി പോകുന്നതല്ല കേൾക്കണം. ആ ഉറുന്നൊരു മുഴക്കം മാത്രം കേൾക്കുന്ന സാധനം വാങ്ങിച്ചോണ്ട് വരും. നല്ല കോളാമ്പി വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ മുമ്പേ പറഞ്ഞു അല്ലേ? അങ്ങനെ മുമ്പേ പറഞ്ഞു, വളരെ വ്യക്തമായി പറഞ്ഞു ബോർഡ് വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ നാളെ വീട്ടിന് മുമ്പ് മൈക്ക് തന്നില്ലെങ്കിൽ അവർ മൈക്ക് വാടകയ്ക്ക് എടുക്കുകയും ബില്ല് അയക്കുകയും ചെയ്യും. ADGP, MLA, DIG, SP, ജില്ലാ കളക്ടർ. അപ്പോൾ ദേവസ്വം ബോർഡ് അയച്ചത് എക്സിക്യൂട്ടീവ് തന്നെയാണ്, അദ്ദേഹം തെറ്റില്ല. പക്ഷേ ആയാലും മതിയായിരുന്നു. പക്ഷെ നമുക്ക് കാര്യം നടന്നാൽ മതി. ഇത്രയും സീരിയസ് ആയ യോഗം നടക്കുമ്പോൾ അതിനെ ആ സീരിയസ് ആയ കാഴ്ചപ്പാടിൽ കാണാത്ത ദേവസ്വം ബോർഡിൻ്റെ നിലപാടിലേക്ക് അസംതൃപ്തിയുണ്ട്. അദ്ദേഹം പറയണമല്ലോ. പക്ഷേ അസംതൃപ്തിയൊന്നും പ്രകടിപ്പിക്കുന്നില്ല. പകരം കൃത്യമായി ഞങ്ങളിവിടെ ഇന്നിവിടെ ഉരുത്തിരിക്കുന്ന ആശയങ്ങളും തീരുമാനങ്ങളും കൃത്യമായി അടുത്തൊരു 48 മണിക്കൂറിനുള്ളിൽ നടപ്പാക്കി. വേറെ കുഴപ്പമൊന്നുമില്ല. മാക്സിമം 48 മണിക്കൂറാണ്. LED ബോർഡ് വെക്കാനൊക്കെ നമ്മൾ തീരുമാനിച്ചു. അല്ല, അത് ആര് പറഞ്ഞു? അല്ല ബോർഡ് തന്നെ ഇവിടെ വന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തരാൻ അത് കൊള്ളാമോ? ബോർഡ് അവിടെ ചെന്നിട്ട് വേണ്ടാൻ തീരുമാനിക്കുന്നത് ഒരു മോശം പരിപാടിയാണ്. നിങ്ങൾ മൈക്ക് തന്നാൽ അനൗൺസ് ചെയ്യാം, അല്ലാതെ KSRTC നിലയിൽ മൈക്ക് വയ്ക്കുന്നില്ല. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിക്കാം. നിങ്ങൾ മൈക്ക് വാടക എടുത്ത് വരും. ഇപ്പോൾ അടുത്ത സ്ഥലത്ത് അതിപ്പോ കിട്ടും 2-3 ദിവസത്തേക്ക് വാടക എടുത്തു. അതൊന്നും വയ്യേ. അല്ല, നമ്മൾ 4 വണ്ടി നോട്ടെണ്ണുന്ന വിഷയം മാത്രം മതിയോ? നോട്ടെണ്ണി എടുക്കുന്ന വിഷയം മാത്രം മതിയോ? അത് ബഹുമാനപ്പെട്ട മന്ത്രിയും നിൽക്കുന്ന ഞങ്ങൾ MLA-മാരും പോലീസും ഉന്നയിക്കുന്ന വിഷയമാണ്. നിങ്ങൾ കമ്മിറ്റ് ചെയ്തതാണ്. ശരി, ഇത് നമ്മുടെ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം വന്നാൽ ഇപ്പം അദ്ദേഹം പറഞ്ഞു മൈക്ക് അനൗൺസ് ചെയ്യണം. അവർ അനൗൺസ് ചെയ്യാൻ റെഡിയാണ്. വിവിധ ഭാഷകളിൽ അനൗൺസ് ചെയ്യാം. നിങ്ങൾ മൈക്ക് പോലും വാടകയ്ക്ക് എടുത്ത് കൊടുക്കില്ല. സ്ഥിരമായി മൈക്ക് KSRTC വാങ്ങിച്ചു തരാനല്ല പറഞ്ഞു. നിങ്ങൾ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി ഒരു സീസണിലേക്ക് ഒരു മൈക്ക് വാടക 1 മാസം 2 മാസം ഉണ്ടെങ്കിൽ ഒരു സീസണിൽ ഒരു മൈക്ക് 2-4 മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെ. കാരണം പോലീസാണ് പറയുന്നത് അനൗൺസ് ചെയ്യണം. പല അനൗൺസ്മെൻറ്റുകളുണ്ട്. ഇന്നടുത്ത് ബസ് കിടപ്പുണ്ട്, കയറിക്കോ എന്നൊക്കെ പറയണ്ടേ. എന്തെല്ലാം അത് വേണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. എല്ലാവരും ഇങ്ങനെ അലഞ്ഞോട്ടെ എന്നാണ് ധാരണ. അതാണ് മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുക്കണം. മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുക്കണം KSRTCക്ക്. അല്ലെങ്കിൽ അനൗൺസ് ചെയ്യത്തില്ല. ആളുകൾ അവിടെ കിടന്ന് അലഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും ഉത്തരവാദിത്വം, ഞങ്ങൾക്ക് അതുപോലെ. മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളുടെ സാന്നിധ്യത്തിൽ മന്ത്രി പറഞ്ഞു അതനുസരിച്ചില്ല എന്നുള്ളത് പറ്റത്തില്ല. അത് മന്ത്രി പറഞ്ഞല്ലോ. മന്ത്രി പറയുന്നതിനപ്പുറമല്ലല്ലോ ബോർഡ് പറയുന്നത്. മന്ത്രി പറഞ്ഞല്ലോ അനൗൺസ് ചെയ്യാൻ മൈക്ക് അടിയന്തരമായിട്ട് നാളെ മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുക്കണം.
കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉത്തരവാദിത്തം മാധ്യമങ്ങളെ കൂടി നിർത്തിയാൻ പറയുകയാണ്, എല്ലാവരും ഇരിക്കുമ്പോൾ പറയുകയാണ്. തിരക്കും തിരക്കുണ്ടായി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാമെന്നാൽ പോലീസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് KSRTCക്ക് അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല, വണ്ടി ഇന്നിടത്താണ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇങ്ങോട്ട് കയറിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് കുഴപ്പമാകും, മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ദേവസ്വം ബോർഡിന് അപകടം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ത്രിവേണിയിലാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം. എല്ലാ വർഷവും ഈ ചെയ്യില്ലേ? ബാരിക്കേഡും മൈക്കും എല്ലാ വർഷവും പണ്ട് തൊട്ടേ ഉണ്ടല്ലോ. ഞാനിവിടെ കുഞ്ഞിലെ വരുന്ന കാലം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അപ്രത്യക്ഷമായിട്ടുള്ളതാണ്. ഒരു നമ്മൾ ആന വാങ്ങിക്കാൻ തോട്ടി വാങ്ങിക്കില്ല എന്ന് പറയുന്നത്. ഏതോ നിർബന്ധമായിട്ട് മൈക്ക് കൊണ്ടുപോകും. പിന്നെ മൈക്ക് വെച്ചത് ഇനി ദേവസ്വം ബോർഡ് പൈസ തരത്തില്ലാതെ എന്നെ വിളിച്ചാൽ ഞാൻ എൻ്റെ പോക്കറ്റിൽ തരാം. അയ്യപ്പനൊരു വഴിപാട് പോരെ, വാടക കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ, എനിക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞില്ല. അല്ല പിന്നെ എന്തോ നിങ്ങളത് പറയുന്നത്? നമ്മൾ ഇത്രയും പോലീസും ഇത്രയും ഉദ്യോഗസ്ഥന്മാരും ഈ KSRTC ഡ്രൈവർമാരും കണ്ടക്ടർമാരൊക്കെ വന്ന് ആ ചള്ളക്കകത്ത് കിടക്കുക. അവരെ ആദ്യം അവർക്ക് അവാർഡ് കൊടുക്കണ്ടേ? നിങ്ങൾ ആലോചിക്കണം. നിങ്ങളൊരു ഡോർമെറ്ററി കൊടുത്ത് തീർത്ത് പോലീസിന് കൊടുത്ത് നിങ്ങൾ പേടിച്ചെന്ന് പറയുന്നതിനൊക്കെ അത് പറ്റത്തില്ല. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മൈക്ക് സെറ്റ് വാടകയ്ക്ക് എടുക്കണ്ട എന്ന് ബോർഡ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ച് ചോദിക്കുന്നേ പറഞ്ഞു. നമ്മളെ സുഹൃത്താ, നമ്മൾ ചോദിക്കും വിളിച്ചു എന്നാ പറഞ്ഞ് LED പ്രൊജക്ടർ വെക്കാൻ തീരുമാനിച്ചിട്ട് വേണ്ടാന്ന് തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ പോലീസ് ഏറ്റവും ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. എന്താ LED എന്തിനായിരുന്നു? LED അവിടുത്തെ സന്നിധാനത്തെ തിരക്കൊക്കെ അയ്യപ്പന്മാർക്ക് അറിയാനും അനൗൺസ്മെന്റ്സ് വരാനും ഈ തിരക്ക് മാനേജ് ചെയ്യാനായിട്ട് അത് റെന്റിലെങ്കിലും എടുക്കാൻ നമ്മുടെ അടുത്ത് കൊടുക്കാമെന്നുള്ളൂ. പിന്നെ റെന്റിന് എടുക്കേണ്ട കാര്യമുള്ളൂ, വാങ്ങിക്കേണ്ട കാര്യമല്ല. കാരണം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പാടായുണ്ട്. വർഷം സീസണിൽ റെന്റിനെടുക്കുക, 2 മാസം കഴിയുമ്പോൾ ഒന്ന് അത്രയേ ഉള്ളൂ. അത് പോലീസിൻ്റെ പ്രധാനപ്പെട്ട സജഷനായിരുന്നു. വാങ്ങരുത്, വാങ്ങുന്നതൊക്കെ നഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇല്ലെങ്കിൽ അവർ ഓപ്പറേറ്റ് ചെയ്തോളും. ത്രിവേണിയിൽ മൈക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. ത്രിവേണിയല്ലേ മൈക്ക് വേണ്ടത്? സംശയം അല്ലേ? അങ്ങനെയല്ല, ത്രിവേണിയിലാണ് വേണ്ടത്. ഇവിടെ നമ്മൾ ഈ ബസ് കയറുന്നില്ലേ, ഇച്ചിരി ശബ്ദത്തിൽ കേൾക്കണം. മറ്റേ രഹസ്യത്തിൽ കിറുകിറാ കേട്ടാൽ പോരാ, നന്നായിട്ട് കേൾക്കണം.